കഴിഞ്ഞ 4 ദിവസമായി തുടർന്ന കനത്ത മഴയിൽ രാജ്യതലസ്ഥാനം നേരിടുന്നത് സമാനതകളില്ലാത്ത ദുരിതങ്ങൾ. മഴക്കെടുതിയിൽ ഡൽഹിയിൽ മാത്രം ഇതിനകം 11 പേർ മരിച്ചു കഴിഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ കനത്ത മഴയും വെള്ളക്കെട്ടും തുടരുകയാണ്. അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് 6 ഉദ്യോഗസ്ഥന്മാരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഇന്ന് വരും ദിവസങ്ങളിലും ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ പെയ്ത ശക്തമായ മഴയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെയാണ് 11 മരണം റിപ്പോർട്ട് ചെയ്തത്. വരും ദിവസങ്ങളിലും ഡൽഹിയിൽ മഴ കനക്കും. ഡൽഹി സമയ്പൂർ ബദലിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ കളിക്കാനിറങ്ങിയ കുട്ടികളാണ് മുങ്ങിമരിച്ചത്. ഷാലിമാർ ബാഗിൽ 20 വയസ്സുകാരനും മുങ്ങിമരിച്ചു. ഒക്ല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ അണ്ടർപാസിൽ സ്കൂട്ടർ യാത്രികൻ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ മഴക്കെടുതിയിൽ ഡൽഹിയിൽ മരിച്ചവരുടെ എണ്ണം 11 ആയി. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡിന്റെ പലയിടങ്ങളും തകർന്നു. സംഭവത്തിൽ 6 ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. അന്വേഷണം നടക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അജയ് ചൗഹാൻ വ്യക്തമാക്കി. ഗുജറാത്തിലും പഞ്ചാബിലും ശക്തമായ മഴയും വെള്ളക്കെട്ടുമുണ്ട്. ഉത്തരാഖണ്ഡിലും സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാണ്. ഹരിദ്വാറിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. വീടുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഗംഗാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഡൽഹി, UP, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിനീത VG, 24, ഡൽഹി. ഹനാൻ മുഹമ്മദ് പറയുന്നു, കണ്ണൂരിൽ കനത്ത മഴ പെയ്യുന്നു എന്നാണ്. മറ്റു ചില പ്രേക്ഷകരും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരു ചോദ്യമുണ്ട്, നാളെ അവധിയുണ്ടോ? കണ്ണൂരിൽ നിന്നും അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നറിയുക.